സത്യത്തിൽ ഞാനിവിടെ താമസിക്കാൻ വന്നത് തന്നെ സന്ധ്യ കാണാൻ വേണ്ടിയാ. സത്യമായിട്ടും അതെ, പല വീട്ടുകാരും ഇവിടെ താമസിപ്പിക്കാൻ വിളിച്ച ഇവൻ പോയിട്ടില്ല. എന്തുകൂടെ പറയുന്നു? പിന്നെ പോയിന്ന് പറയണം. ഒരു ഐഡിയ, ഞാൻ അവിടെ കാറിൽ കോളേജിൽ കൊണ്ടാക്കാന്ന് പറയാം. പോയാലൊരു വാക്ക്, പൊത്താലൊരു ലിഫ്റ്റ്. ആരെയാ നീ കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്നു? അയ്യേ, ഞാനാര് കോളേജിൽ കയറ്റി കാറിൽ കയറ്റി കോളേജിൽ കൊണ്ടാക്കാൻ പോകുന്നത്? നമ്മുടെ കോളേജ് ജംഗ്ഷൻ. ഞാൻ ഇവനും കൂടെ കോളേജ് ജംഗ്ഷനിൽ പോകുന്ന കാര്യം പറഞ്ഞാ. എന്തിന്? ഓഫീസിൽ പോവാൻ. ഓഫീസ് കോളേജ് ജംഗ്ഷനില്ല, നമ്മുടെ ഓഫീസല്ല, ട്രാവൽ ഓഫീസിൽ പോവാൻ. ട്രാവൽ ഓഫീസിൽ? സത്യമായിട്ട് ഞാൻ ഓസ്ട്രേലിയക്കുള്ള ടിക്കറ്റ് ക്യാൻസൽ ചെയ്തിട്ടില്ല. അതെ, ഞങ്ങൾ ചോറ് തന്നെ കൊണ്ടുവന്നേ. നിർത്തോ, നീ ഒരു കാര്യം ചെയ്യും, വണ്ടിയിലോട്ട് കയറി, ഞാനും വരാം. ഞങ്ങൾ പിന്നെ പോയി ക്യാൻസൽ ചെയ്തോളാം. SP എന്തിനു വെറുതെ ബുദ്ധിമുട്ടുന്നത്? ബുദ്ധിമുട്ടാ ഞാൻ തയ്യാറാണെങ്കിലോ? അതെ, ഞങ്ങൾ ചോറ്. നീ വണ്ടിയിലോട്ട് കയറി. അല്ല, ഞങ്ങൾ പിന്നെ പോയി ക്യാൻസൽ ചെയ്തോളാം. നിന്നോട് വണ്ടിയിലോട്ട് കയറാനാ പറഞ്ഞത്. ഇയാളുടെ പേരെന്താ? ശ്രീലത മേനോൻ. ഈ മേനോൻ എന്ന് പറയുന്നത് ഹസ്ബൻഡ് ആണോ? അയ്യോ, അതെന്റെ ഡാഡിയാ. ഞാൻ കല്യാണമൊന്നും കഴിച്ചിട്ടില്ല. ഓ, ഞങ്ങളും കല്യാണം കഴിച്ചിട്ടില്ല. നിന്നോട് ആരെങ്കിലും ചോദിച്ചോ കല്യാണം കഴിച്ചോ ഇല്ലെന്ന്? ചോദിക്കേണ്ടത് അവരുടെ മര്യാദ എന്ന് വെച്ച് പറയേണ്ടത് നമ്മുടെ മര്യാദയല്ലേ? നീ എല്ലാം ചോദിച്ചറിഞ്ഞിട്ട് വന്നാൽ മതി, ഞാൻ അപ്പുറത്തിരിക്കാം. അതാരാ? സാറിന്റെ ബ്രദറാണോ? ആ, ബ്രദർ പോലൊക്കെ തന്നെ. എന്താ കാര്യം? ഏയ്, ഒന്നുമില്ല. ആളിനെ കാണാൻ നല്ല ചന്തമുണ്ട്, അതുകൊണ്ട് ചോദിച്ചതാ. ചന്തമൊക്കെ ഉണ്ട്, എന്താ പ്രയോജനം? ഈ എറിയ അറിയാവുന്നതിന്റെ കയ്യിൽ ദൈവം വടി കൊടുക്കൂല. എവിടാ വീട്? അയ്യോ, SP സാറോ? സാർ ഇരുന്നത് ഞാൻ കണ്ടില്ലായിരുന്നു. കാണാഞ്ഞിട്ടൊന്നുമല്ല, മനഃപൂർവ്വം വന്നിരുന്നോന്ന് എനിക്കറിയാം. മനഃപൂർവ്വം സാറിന്റെ മടിയിൽ വന്നിരിക്കാൻ എനിക്കെന്താ ഭ്രാന്താ? ആർക്കെങ്കിലും ഭ്രാന്തുണ്ടോ പിച്ചുണ്ടോ അതോ മറ്റു വല്ലതും ഉണ്ടോ എന്ന് അന്വേഷണം നടക്കലല്ല എന്റെ പണി. പക്ഷെ ഈ ജാതി സൂക്കേടോട്ട് എന്റെ അടുത്ത് വരണ്ട, ഞാൻ അതിനുള്ള ആളല്ല. സർ, ഇതൊരു പബ്ലിക് പ്ലേസാ. ഞാനൊരു പെൺകുട്ടിയും, കുറച്ചുകൂടി മാന്യമായിട്ട് സംസാരിക്കണം. പബ്ലിക് പ്ലേസിൽ ഒരു പുരുഷന്റെ മടിയിൽ കയറിയിരിക്കുന്നതിൽ മാന്യത കുറവൊന്നുമില്ല. അത് നിങ്ങൾ എന്റെ സീറ്റിൽ വന്ന് ഇരുന്നിട്ടല്ലേ? അല്ലെങ്കിൽ ഞാൻ മടിയിൽ ഇരിക്കുന്നവരെ നിങ്ങളുടെ കണ്ണ് എവിടെയായിരുന്നു? എന്നെ മടിയിൽ ഇരുത്താൻ വേണ്ടി നിങ്ങൾ അവിടെ മനഃപൂർവ്വം വന്നിരുന്നാണെന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞ പറയാം. നെറികെട്ടവർക്ക് എന്ത് വേണമെങ്കിലും പറയാം. സ്ത്രീ എന്ന് പറയുന്ന വർഗം എങ്ങനെയാ? ജയിക്കാൻ വേണ്ടി സ്വന്തം കുറ്റങ്ങൾ പോലും മറ്റുള്ളവർ തലേ കെട്ടിവെക്കും. വൃത്തികെട്ട വർഗം. എന്റെ വർഗത്തിൽ എത്ര പേരെ നിങ്ങൾക്കറിയാം? ശരിക്കുള്ള ഒരു പെണ്ണിനെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ഇതുവരെ? അതെങ്ങനെയാ? പകൽ വെളിച്ചത്തിൽ സ്ത്രീകളുടെ മുഖത്ത് നോക്കാനുള്ള ധൈര്യം നിങ്ങൾക്കില്ലല്ലോ. അതുകൊണ്ടല്ലേ രാത്രി ആവുമ്പോ ഇരുട്ടത്ത് വന്ന് ജനാല വഴി ഒളിഞ്ഞു നോക്കുന്നതും പാട്ട് പാടുന്നതും ഒക്കെ. അനാവശ്യം പറഞ്ഞാൽ പെണ്ണാണെന്നും ഞാൻ നോക്കൂല, അടിച്ച് കാരണം പോച്ചളയും. എന്താ പ്രശ്നം? ഇങ്ങോട്ട് മാറിയുന്നേ. SP എന്തായി കാണിക്കുന്നത്? അതൊരു പെണ്ണല്ലേ? സിസ്റ്റർ, ഇദ്ദേഹത്തിന് വേണ്ടി ഞാൻ മാപ്പി വയ്ക്കുന്നു, പ്ലീസ്. നിങ്ങൾ എത്ര മാന്യമായിട്ടാ സംസാരിക്കുന്നത്? സ്ത്രീകളോട് എങ്ങനെയാ പെരുമാറേണ്ടതെന്നും സംസാരിക്കേണ്ടതെന്നും നിങ്ങളെ കണ്ട് പഠിക്കാൻ പറ ഈ മനുഷ്യനോട്. ആദ്യം നീ പഠിക്കണം പെണ്ണിന്റെ മാന്യതയും മര്യാദയും മാനേഴ്സും ഒക്കെ. എന്താ ഇതൊരു ഓഫീസല്ലേ? ആളുകളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടില്ലേ? ഹലോ, ഭാമയല്ലേ? ഐ ആം ശ്രീകുമാർ, SP-യുടെ വീട്ടിലെ പുതിയ അന്തേവാസിയാ. SP ഒന്ന് ശരിയാക്കാൻ വേണ്ടി എന്റെ അച്ഛനും അമ്മയും എന്നെ ഇവിടെ കൊണ്ടു താമസിപ്പിച്ചിരിക്കുക. ഭാമയുടെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. എന്തറിയാന്ന്? SP-യെ വളയ്ക്കാൻ നോക്കുമല്ലേ? ഭയങ്കര ബുദ്ധിമുട്ടാ. ഇപ്പൊ തന്നെ കണ്ടില്ലേ? അറിയാതെ ഒരു പെണ്ണ് മടി വന്നിരുന്നു വിചാരിച്ച ആരെങ്കിലും ഇങ്ങനെ നടന്ന് ബേളം ഉണ്ടാക്കൂ? അത് ഞാൻ അറിയാണ്ടൊന്നുമല്ല, മനഃപൂർവ്വം തന്നെ മടിയിൽ വന്നിരുന്നതാ. നിങ്ങൾ രണ്ടാളും വീട്ടിൽ നിന്ന് പുറപ്പെടുമ്പോ മുതല് ഞാൻ നിങ്ങളുടെ പിന്നാലെ ഉണ്ടായിരുന്നു. അതെ, വിടില്ല ഞാൻ. SP എവിടെ പോയാലും അവിടൊക്കെ ഞാനും ഉണ്ടാവും. SP-യുടെ മനസ്സിൽ കയറി പറ്റാതെ ഈ ഞാൻ പിന്മാറുന്ന പ്രശ്നമില്ല. വിടരുത്, വിടാതെ പിടിച്ചോണം. SP-യെ വളയ്ക്കാൻ വേണ്ടി എന്ത് സഹായത്തിനും ഞാനുണ്ടാവും. യെസ്, ഓൾവേസ് യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി ബ്രദർ ശ്രീകുമാർ. ഓക്കേ? ഓക്കേ. ഇനി ഒരൊറ്റ ദിവസം പോലും സന്ധ്യ വീട്ടിൽ നിൽക്കാൻ പാടില്ല. ഞാൻ മദർ സുപ്പീരിയറിനെ വിളിച്ച് പറയാൻ പോവാ ഉടനെ അവൾ അവിടെ. അല്ല, ഓർഫനേജിലേക്ക് വിളിച്ചോണ്ട് പിന്നെ SP ഇങ്ങനെ അവളെ കാണുക? അതിനേക്കാളൊക്കെ എനിക്ക് ആവശ്യം എന്റെ പെങ്ങളുടെ രക്ഷയാ. അവള് താമസിക്കുന്നിടത്ത് മാത്രമല്ലോ, നമ്മുടെ വീട്ടിൽ വന്ന് കൂടിയിട്ടില്ലേ രണ്ട് വൃത്തികെട്ട വഷളന്മാര്. ഇവന്മാരെ അവളുമാരെ ഇടയിൽ എന്റെ പെങ്ങളെ രക്ഷിക്കണം. അതാ എനിക്കിപ്പോ ആവശ്യം. ആ ഒറ്റപ്പാലം സെയിന്റ് മേരീസ് ഓർഫനേജ് വിളിച്ചിട്ടേ മദർ സുപ്പീരിയർ ഒന്ന് കണക്ട് ചെയ്തേ വേഗം. ഹലോ, ഞാൻ ശ്രീകുമാറിന്റെ PA ഉഗ്ര സ്പീക്കിംഗ്. ആരാ? ഹു ആർ യു? ആരാ? ഞാൻ ഭാമയാ. ശ്രീകുമാറുണ്ടോ അവിടെ? ഭാമയാ? ഭാമ ശ്രീകുമാറിനെ വിളിക്ക. ശ്രീകുട്ടാ, ശ്രീകുട്ടാ. എന്താടാ കിടന്ന് കാറുന്നത്? നിന്നതേ ഭാമ വിളിക്കണ്. ഭാമയോ? താൻ എങ്ങോട്ടായി ഓടുന്നു? പാലടപ്പത്ത് വെച്ചിരിക്കാ, അത് തളച്ചു പോവും. അതിന് അടുക്കള ഇവിടെ അല്ലയോ? ഇതിലേ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, അതിലേ പോവാം. അങ്ങനെ ഒരു ഷോർട്ട് കട്ട് ഉണ്ടാ? കാലത്ത് ഉണ്ടായില്ല, ഇപ്പൊ ഉണ്ടാക്കിയതാ. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ.
ഹലോ ആ ബാമാന്ന് പറഞ്ഞ ഇങ്ങോട്ട് ഫോൺ വിളിച്ചിരിക്കുന്നു. നമ്മുടെ ശ്രീരമണനായിട്ട് ഫോണിൽ കൂടെ സൊല്ലു അവള്. അതെന്താന്നറിയാൻ ഞാൻ ഓടി വന്നത്. ഹലോ ശ്രീകുമാർ, ഞാൻ ബുദ്ധിമുട്ടിക്കാണെന്ന് വിചാരിക്കരുത്. ഞങ്ങളുടെ ഇവിടെ ഒരു ഓഫൻ കുട്ടി താമസിക്കുന്നുണ്ട്. സന്ധ്യ എന്നാ പേര്. അവളുടെ സ്പോൺസർഷിപ്പിന് ഒരു ചെറിയ പ്രോബ്ലം ഉണ്ടായിരുന്നു. ശ്രീകുമാറിനൊന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ? ഓക്കെ ഓക്കെ ഓക്കെ, ഇനി ഇങ്ങോട്ടൊന്നും പറയണ്ട. ആ വിവരം കേട്ട കുരുവി മേളിലോട്ട് പോയിട്ടുണ്ട്. ചിലപ്പോ മേളിലിരുന്ന് ഇതൊക്കെ ഒളിച്ചു കേൾക്കാനും മതി. ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഫോണിൽ വിളിച്ച് പറയുന്നത് മര്യാദയല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് എനിക്ക് നേരിട്ടൊന്ന് ഡിസ്കസ് ചെയ്താൽ കൊള്ളാവുന്നുണ്ട്. അയ്യോ, എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല, സന്തോഷമേ ഉള്ളൂ. എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം. ഞാൻ ഉടനെ അങ്ങോട്ട് വരാം. അവിടെ വന്നിട്ട് എല്ലാം തീരുമാനിക്കാം. ഓക്കെ ഓക്കെ. അവര് മേളിലിരുന്ന് നമ്മുടെ സംസാരം ഡിസ്റ്റർബ് ചെയ്യാൻ വേണ്ടി ഫോണിന്റെ ബട്ടണിലിട്ട് കുത്തിക്കൊണ്ടിരി. ഹലോ ഹലോ, വരൂ, അകത്തേക്കിരിക്കാം. വേണ്ട, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഞങ്ങൾക്ക് അങ്ങനെ അകത്തിരിക്കണമെന്നില്ല, പുറത്തിരുന്നാലും മതി. അതെ, പുറത്തിരുന്ന് ചെവി അടിക്കാനുള്ള യുവമാരുടെ ഒക്കെ പണി. അയ്യേതേ, ഇയാളെന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? തന്നെ ആരെങ്കിലും ഇങ്ങോട്ട് വിളിച്ചോ? ഒരു ദൈവ വിളി ഉണ്ടായി. എന്താ? ഇനി പറ, ഞാൻ കേക്കട്ടെ. ബാമേ, എന്താ കുട്ടിയുടെ പേര്? എന്താ പറഞ്ഞത്? സന്ധ്യയോ? അതെ, ഇരിക്കൂ. ഇങ്ങനെ ഒരു കുട്ടി ഇവിടെ താമസിക്കുന്ന കാര്യം ഞാൻ ശ്രദ്ധിച്ചിട്ടേ ഇല്ല. ഇവൻ അങ്ങനെയാ. പെൺകുട്ടികൾ എവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഇവൻ ശ്രദ്ധിക്കാറേ ഇല്ല. അതെന്താടാ അവൻ ശ്രദ്ധിക്കാത്തത്? അതെന്താടാ നീ ശ്രദ്ധിക്കാത്തത്? അപ്പൊ ആ കുട്ടിക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലെന്നാ പറഞ്ഞു വരുന്നത്? അച്ഛനും അമ്മയിലുണ്ടെങ്ങനെ കുട്ടി ജനിക്കാ? നീ അങ്ങനെ ഉണ്ടായേ? അച്ഛനും അമ്മയൊക്കെ ഉണ്ടായിരുന്നു, മരിച്ചുപോയതാ. ചേട്ടന്മാര്? അച്ഛനും അമ്മയിലുണ്ട്, പിന്നെ എങ്ങനെ ചേട്ടന്മാരുണ്ടാവും? അച്ഛനമ്മ മരിച്ചല്ലേ? എനിക്കിട്ടല്ല 3 ചേട്ടന്മാര്. ആ കുട്ടിക്ക് ചേട്ടന്മാരില്ല. വെരി ഗുഡ്. എന്നിട്ട് സന്ധ്യ എവിടെ? ഞാൻ സ്പോൺസർ ആകാൻ പോകുന്ന വിവരം ആ കുട്ടിയോട് പറഞ്ഞോ? ഇല്ല, ഞാൻ വിളിക്കാം, നേരിട്ട് തന്നെ പറയാം. സന്ധ്യേ, വാ. I am Srikumar. Oh, sorry. I am. Oh, sorry. I am. Oh, I am. ഹലോ ഹലോ ഹലോ. അറിയില്ലേ, SP സാറിന്റെ വീട്ടിലെ പുതിയ താമസക്കാരാ, ശ്രീകുമാറും ഉഗ്രനോ. ഹലോ. ഹലോ ഹലോ. ഏത് ക്ലാസ്സിലാ പഠിക്കണ? നീ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? പിന്നെ ചോദിക്കണ്ടേ? പഠിക്കാൻ സഹായിച്ചാ മാത്രം മതിയോ? അവള് ഡിഗ്രി കഴിഞ്ഞു, കണ്ടാ? ഡിസ്റ്റിങ്ഷൻ ഉണ്ടായിരുന്നു. അയ്യോ, അതിന് വിഷമിക്കണ്ട, അതൊക്കെ നമുക്ക് ശരിയാക്കി എടുക്കാം. ഒരു മിനിറ്റ്, നീ വന്നേ. ഒരു മിനിറ്റ്. മിണ്ടാതെ ഇവിടെ അടങ്ങി ഒതുങ്ങി നിന്നോണം, മരക്കഴുത. സന്ധ്യയുടെ കാര്യമൊക്കെ ഭാമ പറഞ്ഞു. സന്ധ്യക്ക് ഇനിയും പഠിക്കാം. ഏതുവരെ പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ അതുവരെ. അതുപോലെ തന്നെ ഇവിടെ തന്നെ താമസിക്കുകയും ചെയ്യാം. ഇവിടുന്ന് ഇനി ഒരാളും കൊണ്ടുപോകാൻ വരില്ല. കാരണം സന്ധ്യയുടെ സ്പോൺസർ ഇന്നു മുതൽ ഈ ഞാനാണ്. നിങ്ങളോടൊക്കെ എനിക്ക് ഒത്തിരി നന്ദിയുണ്ട്. എന്നെ സഹായിക്കാൻ കാണിക്കുന്ന ഈ സന്മനസ്സിന് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷേ നിങ്ങളുടെ സഹായം വേണ്ടാന്ന് പറയുമ്പോൾ ദയവ് ഇത് എന്നോടൊന്നും തോന്നരുത്. കാരണം കുഞ്ഞുനാൾ മുതലേ എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കിയെടുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് എൻ്റെ സ്പോൺസർ. അദ്ദേഹം ആരാണെന്നോ എവിടുത്തുകാരനാണെന്നോ ഒന്നും എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ കണ്ടിട്ട് പോലുമില്ല. പക്ഷെ ഞാൻ എന്നും വിളിച്ച് പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈശ്വരന്മാരുടെ ഒപ്പം എൻ്റെ മനസ്സിൽ അദ്ദേഹത്തിൻ്റെ സ്ഥാനം. അദ്ദേഹം എവിടുന്ന് എന്നെ കൊണ്ടുപോകാൻ തീരുമാനിച്ചാൽ ഞാൻ പോണം. അതെങ്ങോട്ടേക്കാണെങ്കിലും ശരി, എനിക്ക് പോയേ പറ്റൂ. പക്ഷെ അദ്ദേഹം എന്നെ ഇവിടെ തന്നെ താമസിക്കാൻ സമ്മതിക്കുമെന്ന് എൻ്റെ വിശ്വാസം. ഞാൻ സിസ്റ്റർമാരോട് പറഞ്ഞിട്ടുണ്ട്, ഒരു റിക്വസ്റ്റായി. അദ്ദേഹം അത് കേൾക്കാതിരിക്കില്ല. ഓക്കെ, സന്ധ്യയുടെ ഇഷ്ടം അതാണെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ. വരട്ടെ. SP ചീറ്റിപ്പോയി. രണ്ടും നാണം കെട്ട് നാറി വരുന്നുണ്ട്. അവന്മാരുടെ മുഖത്ത് നോക്കി സന്ധ്യ പറഞ്ഞു, പോയി പണി നോക്ക്, നിങ്ങളുടെ ഒരു സഹായവും വേണ്ടാന്ന്. ഇതാണ് തറവാടിത്തം. അവള് ശരിക്കും SPയുടെ പെങ്ങള് തന്നെയാ. പിന്നെ അവൾ ഒന്നുകൂടി പറഞ്ഞു, ഒരിക്കലും കണ്ടിട്ടില്ലെങ്കിലും അവളുടെ സ്പോൺസർ ദൈവത്തെ പോലെയാണെന്ന്. ഈശ്വരന്മാരുടെ കൂട്ടത്തിലാ ആ കുട്ടി SPയെ കാണുന്നത്.
ആ കുട്ടിക്ക് അവളുടെ സ്പോൺസറെ കാണാൻ ഒത്തിരി കൊതിയുണ്ട്. ദേ വരുന്നുണ്ട് അവന്മാര്. പട്ടിക്കുട്ടി ചന്തക്ക് പോയ പോലെ ആയില്ലേ, എന്ത് ചെയ്യാ? ഇനി ഇവന്മാരും ആ പെമ്പിള്ളേര് വിചാരിച്ചാലൊന്നും നമ്മുടെ സന്ധ്യയെ ചീത്തയാക്കാൻ പറ്റില്ല. പിന്നെ എന്തിനാ ഈ കച്ചറകളെ പേടിച്ച് ആ പാവത്തിനെ അവിടുന്ന് മാറ്റണേ? SP പറഞ്ഞതുപോലെ ദിവസവും കണ്ടുകൊണ്ടിരിക്കാനെങ്കിലും അവൾ അപ്പുറത്ത് തന്നെ ഉണ്ടാവണ്ടേ?